ഇടതുമുന്നണി ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വോട്ട് ചെയ്തില്ല. ഈ ഇടതുമുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തിനുള്ളതായിരുന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചത്? നാട് നന്നാവാനാണോ? അല്ല. 4 വോട്ട് നഷ്ടപ്പെട്ടപ്പോ അവര് കണക്കും പറഞ്ഞു വന്നിരിക്കുന്നു. ഇടതുമുന്നണി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ജനങ്ങൾ വോട്ട് ചെയ്തില്ല. ഇടതുമുന്നണിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ പോലും ഈ വോട്ടിന് വേണ്ടിയുള്ളതായിരുന്നു. പെൻഷൻ ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പോലും ഈ വോട്ടിന് വേണ്ടിയായിരുന്നു. ഇതിനൊന്നും വോട്ട് ചെയ്യാത്ത ജനങ്ങളെ നന്ദിയില്ലാത്തവർ എന്ന് അപഹസിക്കുന്ന പുരോഗമന രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിന്റേത്. അതിനി ആരാണ് മറുപടി പറയുന്നതെന്നോ? ഇവിടെ ഇരിക്കുന്ന ഈ സ്ത്രീകളാണ്. ജമീലതയെ പോലെ, ആയിഷത്തയെ പോലെ, സക്കീനയെ പോലെ, യാസ്മിൻതയെ പോലെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ മറുപടി പറയുന്ന കാലം വന്നു. കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളാണത്രേ. അതെ, ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയും, ഞങ്ങൾ കെട്ടിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളാണ്. അങ്ങനെ കെട്ടിൽ കുരുങ്ങിയിരിക്കാം എന്നാർക്കും വാക്കുകൊടുത്ത പെണ്ണുങ്ങളല്ല. ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഞങ്ങൾക്കൊരു അസ്തിത്വമുണ്ട്. ഞങ്ങൾ ജനിച്ചു വീണ, പിറന്നു വീണ നാട്ടിലും ഞങ്ങൾക്കൊരു അസ്തിത്വമുണ്ട്. അത് ഇരട്ട പൗരത്വം പോലെ, ഒരു ഇരട്ട അഭിമാനം പോലെ ഞങ്ങൾ കൊണ്ടു നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ കരുതിയത് അതൊരു കെട്ടിയിടലാണെന്നോ? അദ്ദേഹം പറഞ്ഞ പോലെയാണെങ്കിൽ എന്റെ മക്കളുണ്ട്, ഭർത്താവിന്റെ കൂടെ കിടക്കാനാണ് കെട്ടിച്ചു വിടുന്നതെന്ന്. ഇയാൾ സ്ത്രീകളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇയാൾ പെണ്ണുങ്ങളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇതിനുവേണ്ടി മാത്രം വെക്കുന്ന കാഴ്ച വസ്തുക്കളാണ് സ്ത്രീകൾ എന്നാണ് അദ്ദേഹം വീണ്ടും എടുത്തു പറയുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടാണ് അത് എന്ന് അയാളുടെ മാത്രം വാക്കുകൾ കൊണ്ട് ഞാൻ അടിവരയിടുന്നില്ല. പക്ഷെ അതിനൊപ്പം നിന്ന് കൂകി വിളിച്ച, കൈയടിച്ച ഒരു ആൺകൂട്ടം ഉണ്ടായിരുന്നല്ലോ, ഒരു ധാർഷ്ട്യം നിറഞ്ഞ കൂട്ടം. അവര് കൈയടിക്കുമ്പോ അവരംഗീകരിക്കുന്നത് ആ രാഷ്ട്രീയത്തെയാണ്. സ്ത്രീകള് അതിനുള്ള എന്തോ ഒരു ഉപഭോഗ വസ്തുക്കളാണത്രേ. അല്ല, ഞങ്ങളുടെ സ്ത്രീകൾ രാഷ്ട്രീയം പറയുന്നവരാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ ആയിഷ കയറി വരുന്നത് സ്പോർട്സിലൂടെയാണ്. കളിച്ച് മുന്നേറിയ ഒരു സ്ത്രീയാണ് ഈ സ്വാഗതം പറയുന്നത്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അങ്ങോളം വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ നേതൃത്വം വഹിച്ച ഒരു സ്ത്രീയാണ് ഈ ചടങ്ങിന് ഉദ്ഘാടനം വഹിച്ചത്. പ്രിയപ്പെട്ട ഷാഹിന നിയാസി, പ്രിയപ്പെട്ട സെക്കൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് വേദികളിൽ നിങ്ങൾക്ക് വലിയ വാക്കുകളിൽ അവരെ കാണാൻ പറ്റില്ല. പക്ഷേ മലപ്പുറം തൂത്തുവാരിക്കൊണ്ടൊരു വിജയം ഉണ്ടാക്കിയപ്പോ, ഏറ്റവും വലിയ സംഘടനയായിക്കൊണ്ട് വനിതാ ലീഗിനെ അടയാളപ്പെടുത്തിയപ്പോ അതിന് പുറകിൽ സൗമ്യമായി ചിരിക്കുന്ന ആ മുഖമുണ്ട്. അതൊരു ലീഡർഷിപ്പാണ്, അതൊരു നേതൃത്വമാണ്. അതാണ് ഞങ്ങളുടെ സ്ത്രീകൾ. പ്രിയപ്പെട്ട ഷഹർബാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ മുഴുവൻ മഹിളാ കോൺഗ്രസിന്റെ ആളുകൾക്കും നേതൃത്വം വഹിക്കുന്ന ഷഹർബാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായി മാത്രമല്ല, വിമാനം പറപ്പിക്കുന്ന പെൺകുട്ടികൾ മലപ്പുറത്ത് നിന്ന് ഉണ്ടാവുന്നത് അവർ ആ പെൺകുട്ടി എന്ന അഭിമാന ബോധത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടാണ്. ഇന്ന് ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, തെന്നലിയില്, മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിൽ എന്നതിലൊക്കെ ഉപരിയായിക്കൊണ്ട് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ നേതൃസ്ഥാനത്തിരിക്കുന്നവരിൽ ഈ നാട്ടിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടായത് പെൺകുട്ടികളായിക്കൊണ്ട് തന്നെയാണ്. അവർക്ക് നയിക്കാനും അറിയാം, നിൽക്കാനും അറിയാം, പറയാനും അറിയാം. അങ്ങനെയുള്ള പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന മണ്ണാണിത്. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് അഭിമാനബോധത്തോടുകൂടി നിലനിൽക്കണമെന്ന് രാഷ്ട്രീയ ബോധിക്കൊടുത്ത മണ്ണാണിത്. ആ CH-ന്റെയും CD സാഹിബിന്റെയും ഒക്കെ പിന്മുറക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് പിന്നോട്ട് നടക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് നടക്കാനേ അറിയൂ. ഇന്ന് ഈ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് നമ്മളോടൊപ്പം ഇരിക്കുന്ന ഈ സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെയും ഞങ്ങൾക്ക് ആ രാഷ്ട്രീയം മോദി തരുന്നവരാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്ന് ഓർമ്മിപ്പിക്കുന്നവരാണ്. ഇടതുപക്ഷത്തിന്റെ പുരോഗമന മുഖം മൂടി വലിച്ചു കീറിയ, ഒരുപക്ഷെ അവരുടെ നാട്യങ്ങളെ മുഴുവൻ വലിച്ചു കീറിയ പ്രിയ വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ നേരാൻ കൂടി ഞാൻ ഈ സമയത്ത് വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുൽ മജീദ് ഒരുപക്ഷെ ഇന്ന് വാർത്തകളിൽ നിറഞ്ഞെങ്കിൽ അടുത്ത ഞായറാഴ്ച മറ്റൊരു ചരിത്രത്തിനു കൂടി തിരികൊളുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സത്യപ്രതിജ്ഞ ഏറ്റെടുത്ത ദിവസം ധാർമ്മികതയുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തിറങ്ങിക്കൊണ്ട് അങ്ങനെ ഒരു ചരിത്രം അദ്ദേഹം തീർക്കട്ടെ. ഇല്ല എങ്കിൽ തുടരട്ടെ. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജരായി ഞങ്ങൾ ഇതാ ഈ 1-ാം വാർഡിൽ കാത്തിരിക്കുന്നുണ്ട്. ഈ 1-ാം വാർഡിന്റെ ജനത മറുപടി പറയും. അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയപരമായ കാര്യം കൊണ്ടല്ല. ഈ നാട്ടിലെ സ്ത്രീകളെ, ഈ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികളെ ഏത് തരത്തിലാണ് അയാൾ പ്രതിനിധീകരിക്കാൻ പോകുന്നത്? ഞങ്ങളെ അയാൾ പ്രതിനിധീകരിക്കേണ്ട എന്ന് ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളുണ്ടാ ഒന്നുറക്കെ പറഞ്ഞാൽ മതി. അധികാര കസേരയിൽ ഇരിക്കാൻ അയാൾക്ക് ഇരിപ്പുറക്കില്ല. ആ തിരുത്തലിന് തുടക്കം കുറിക്കുന്നതാവട്ടെ ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമം എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ,
പെണ്ണുങ്ങളുടെ ശക്തി കാട്ടിക്കൊണ്ട്, കെട്ടിച്ച് കിട്ടവരും കെട്ടിച്ച് വന്നവരുമായ പെണ്ണുങ്ങളുടെ ശക്തി കാട്ടിക്കൊണ്ട് ജമീൽദയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇനിയും ഉണ്ടാവും എന്ന് മാത്രം ഉറക്കെ ഒരിക്കൽ കൂടി ഈ നാടിനോട് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ മാത്രം നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.